ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോനെ മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ ഇറങ്ങിയതാണ്. അവന് 6 മണിക്ക് തുടങ്ങും കേട്ടോ മദ്രസ്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഇരുട്ടാവും. അപ്പം ഇലക്ട്രിക് സ്കൂട്ടി മേലട്ടോ പോകുന്നത്. അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ, പരപ്പരാ വിളിക്കണുള്ളൂ. അപ്പം മറ്റേ തത്തൻ്റെയും മയിലിൻ്റെയും പൂച്ചൻ്റെയും കാക്കൻ്റെയും ഒക്കെ സൗണ്ട് കേൾക്കണുണ്ട്. അപ്പോൾ ഒരു രസമാണല്ലോ നേരം വിളിക്കാൻ നേരത്ത് ആ ജന്തുക്കളെ സൗണ്ടൊക്കെ കേൾക്കണത്. അപ്പോൾ രാവിലെ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ അതാക്കണം അപ്പുറത്തെ ഏട്ടൻ നടക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണേ. അപ്പോൾ അതാക്കണം പുറത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ വെളിച്ചം തോന്നും, പക്ഷേ അതിന് നടക്കുമ്പോൾ അത്ര വെളിച്ചമൊന്നുമില്ല കേട്ടോ, ഇരുട്ടായിരുന്നു. അപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ നേരമൊക്കെ ഇങ്ങനെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ മുറ്റൊന്ന് തൂക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ മുറ്റം തൂക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം ഇപ്പം കാറ്റൊക്കെ പറഞ്ഞില്ലേ, കാറ്റും ഇല കൊയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയോ ഇലകളൊക്കെ വന്ന് പിന്നെ നമ്മളതും എല്ലാ ഇലകളും അവിടെയൊക്കെ മുറ്റം നിറയെ കേട്ടോ. അപ്പോഴാണ് മുറ്റടിച്ചു വരാനുള്ളത് കേട്ടോ, മറ്റേ മുറ്റടിച്ചു വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം പതിവായിട്ട് മുറ്റടിക്കൽ നിർബന്ധമായിക്കൊണ്ട് 2 നേരം വെച്ചിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ചായക്ക് നിർബന്ധമല്ല, ചായ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചായ വേണമെന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഗ്ലാസ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. അതവിടെ തന്നെ വൈകുന്നേരം വരെ ചായ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് ഉണ്ടാക്കും, എന്ത് തുടങ്ങും, എവിടുന്ന് തുടങ്ങും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. കാരണം ഇന്നലെ വെള്ളത്തിലിട്ടിട്ടില്ല, കടലിട്ടിട്ടില്ല, ചെറുപയറിട്ടില്ല. തലേ ദിവസം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. തലേ ദിവസം പ്ലാൻ ഇല്ലേ എന്നാൽ പിന്നെ ഇങ്ങനെ ആക്കും പോലെ ഇങ്ങനെ ഇരിക്കൂട്ടോ ചിന്തിച്ച് ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് കണ്ട് രണ്ടും കൽപ്പിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഉപ്പുമാവ് വരുന്ന വലിയ ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. പക്ഷേ മറ്റു രണ്ടാൾക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കെ എന്നാൽ തന്നെ ആവട്ടെ. ഇന്നിപ്പോൾ അത് ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് കഞ്ഞി ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് വിശക്കുമ്പോൾ അതെടുത്ത് കഴിച്ചോളൂ എന്ന് എഴുതിയിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു കാലിൻ്റെ രൂപത്തിൽ 2 കാലും, മനുഷ്യൻ്റെ 2 കാല് നിൽക്കുന്ന പോലെ 2 ക്യാരറ്റ് ഇങ്ങനെ കണ്ടിട്ടോ. അപ്പോൾ ഒരു കൗതുകങ്ങൾ തോന്നിയാൽ കാണാനല്ലേ, മനുഷ്യൻ്റെ കാല് മാതിരിയില്ലേ. അപ്പോൾ ഇതിന് തലയും വെച്ചെടുത്ത്. അപ്പോൾ എനിക്ക് നേരമല്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ വെച്ചിന് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സ്വഭാവം ഉണ്ടേ. അപ്പോൾ നേരമല്ല. അപ്പോൾ ഇതിനിടയിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊണ്ടെടുക്കണ, ഫോണ് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം, ആ ഒരു തിരക്ക് കൂടി ഉണ്ടായതുകൊണ്ട് അതിനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ നമ്മളത് വലിയ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കും. ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണീൻ്റെ ഒക്കെ ടേസ്റ്റ്, മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു ബിരിയാണീൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. എപ്പോഴും ചപ്പാത്തി, പത്തിരി, ഇഡ്ഡലി, നൂൽപുട്ട്, അപ്പം അങ്ങനെ പറഞ്ഞുണ്ടാക്കും. അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പം ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ കിച്ചണിൽ പോവുക. അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ എന്തായിട്ടും ഇങ്ങനെ എളുപ്പമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിയിട്ട് മൂപ്പിച്ച് തൂമിച്ചുണ്ടാക്കുക. അതൊന്നും മരുമാനക്ക് വലിയ മോനാണ് അങ്ങനെ ഒരു സാധനം ഇഷ്ടമില്ലാത്തത്. അനി പറഞ്ഞാൽ എനിക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള കറികളും അപ്പങ്ങളൊക്കെ വേണം. മറ്റുള്ള രണ്ടാളും ഞാൻ നിർബന്ധിച്ചാലൊക്കെ സോപ്പിട്ടാലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി തന്നു കേട്ടോ. അപ്പോൾ വലിയവനൊന്ന് ഒപ്പിച്ചാനാണ് പണി. അപ്പോൾ അപ്പോൾ അവനോട് പറയും ഈ 6 ദിവസം എൻ്റെ ഇഷ്ടത്തിനല്ലേ, അപ്പം ഇനി ഒരു ദിവസം ഞങ്ങളുടെ ഇഷ്ടത്തിന് അറിഞ്ഞിക്കാണ്ട് നിൽക്കും. അപ്പോൾ അവൻ അന്ന് കഴിക്കില്ല. പക്ഷേ ചോറ് കഴിക്കഴിഞ്ഞാൽ അവന് ഉച്ചയ്ക്ക് ചോറുന്നും. അപ്പോൾ അതുവരെ ഒന്നും കഴിക്കാണ്ടങ്ങനെ നടക്കും. അതാണ് അവൻ്റെ ശീലം. എന്നാലും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആ സാധനം തൊട്ട് വെക്കില്ല. ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് എനിക്ക്. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. എനിക്കാണെങ്കിലും ഇപ്പോൾ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്നതന്നെ ഉള്ളൂ, പക്ഷെ ഞാൻ കഴിക്കില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ അന്നൊന്നും കഴിക്കാണ്ട് ചോറാകുമ്പോൾ ചോറോ എന്താ വെച്ചാൽ എടുത്ത് കഴിക്കും. അങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ പിന്നെ എൻ്റെ മോനല്ലേ, പിന്നെ ചിലപ്പോൾ എൻ്റെ സ്വഭാവം അവനുണ്ടാവും, അതായിരിക്കും. എന്നാലും നമ്മളെന്താവുക, നമ്മൾ മക്കൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു സ്വാർത്ഥത ഉണ്ടല്ലോ, അതുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ഓവറായിട്ട് നിർബന്ധിക്കലൊന്നുമില്ല, പറഞ്ഞു നോക്കും എടാ കഴിക്കടാ എന്നൊക്കെ. പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഓനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കാൻ നോക്കും. പക്ഷേ ഇന്നൊന്ന് സങ്കടപ്പെടുത്തേണ്ടതായിട്ട് 2 സ്പൂണൊക്കെ കഴിച്ചിട്ട് അവിടെ ഇട്ട് പോകും കേട്ടോ. അപ്പം നമ്മൾ സ്പെഷ്യൽ ഉപ്പുമാവ് റെഡിയാക്കി മസാലയൊക്കെ കൂട്ടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം വറുത്ത റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അതുപോലെ അരി ചേർത്താലും നല്ല ടേസ്റ്റായിട്ട്. നമ്മളെ ബിരിയാണി അരിയില്ലേ, ആ റവക്ക് പകരം ബിരിയാണി അരി ചേർത്തിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക. നമ്മൾ സാധാ മസാല ചോറ് ഉണ്ടാക്കണം മരിക്ക്. എന്നിട്ട് അതിലേക്ക് നല്ല ബിരിയാണീൻ്റെ മസാല, ഗരം മസാലയൊക്കെ ചേർത്താൽ അടിപൊളിയാണ്.
അങ്ങനെ ഞാൻ ചില സമയങ്ങളിൽ ഉണ്ടാക്കൽ. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പിന്നെ വലിയ മോന് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ റവ ഇടുമ്പോഴാണ് അവന് ഇഷ്ടമല്ല. അവന് നല്ല എനിക്കും ഇഷ്ടമല്ല ഉണ്ടാവുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും പറഞ്ഞില്ലേ, ഞായറാഴ്ച എന്ന് പറഞ്ഞത് ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കണം. 10 മണിയാകുമ്പോഴത്തേന് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സമയം ഫോണിൽ നോക്കിയിരിക്കും. യൂട്യൂബിൽ ഷോർട്സിൽ, അതുപോലെ മല്ലു എക്സ്പ്ലെയിനറാണ് ഏറ്റവും കൂടുതൽ, അതുപോലെ ബാക്ക് പാക്കർ സുധി, ഈ ബുൾജിറ്റ്, അങ്ങനെ യാത്ര, സിനിമയുടെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് ഓരോ എൻ്റെ ഓരോ സമയം ഞാൻ ചിലവഴിക്കൽ. നിങ്ങളെ സമയമൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിലവഴിക്കലെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.